ലൈവില് ആദിലയും നൂറയും വെറുപ്പീരിൻ്റെ അങ്ങേയറ്റമാണ്. അനീഷിൻ്റെ കമ്പനിയിൽ ചെന്ന് അലമ്പുണ്ടാക്കി ഈ ടാസ്ക് കുളമാക്കുകയാണ്. ഇന്നലെയും ആദില തന്നെ കുറേയധികം ടാസ്ക് കുളമാക്കാൻ നോക്കിയിരുന്നു. ഇന്നതിൻ്റെ ബാക്കിയായിട്ട് നൂറയും കൂടെ ആദിലയുടെ കൂടി ജോയിൻ ചെയ്ത് ആ ഒരു ടാസ്ക് കുളമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അനീഷിൻ്റെ കമ്പനിയിൽ ചെന്ന് നൂറ ഒരു ബോട്ടിൽ ട്രേഡ് ചെയ്യാൻ നോക്കുന്നു. പക്ഷേ അനീഷ് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അനീഷിന് കൂടുതൽ ബോട്ടിൽ ആവശ്യമുണ്ട്, ഒരെണ്ണമായിട്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെ ആ ഒരു ഡീല് നടക്കാത്തതിൻ്റെ പേരിൽ അവിടെ നിന്ന് ചെറുതായിട്ട് ആദ്യം ആദില അലമുണ്ടാക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അനീഷിൻ്റെ കമ്പനിയിലെ ആ ഒരു സ്റ്റാൻഡിലൊക്കെ കയറി ഇരിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ നൂറ അങ്ങോട്ട് വരുന്നു. നൂറ ആദിലയുടെ കൂടെ കൂടുന്നു. അവിടെ അനീഷിൻ്റെ കമ്പനിയിൽ വെച്ചിരിക്കുന്ന ബോട്ടിലുകളൊക്കെ മറച്ചിടുന്നു. അങ്ങനെ ഇവർ കുറേ അധികം സമയം ഡിസ്റ്റർബ് ചെയ്തതെന്ന് കണ്ടപ്പോൾ അനീഷ് അവിടെ ഇരിക്കുന്ന ജ്യൂസ് തവി വെച്ച് കോരിയെടുത്ത് നൂറയുടെ ദേഹത്തേക്ക് ഒഴിക്കുന്നു. അത് ഇന്നലെ നമ്മൾ പ്രൊമോയ്ക്കകത്ത് കണ്ടിരുന്നു. അത് വെറുതെ കോരി ഒഴിച്ചതല്ല, ഇവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അനീഷ് അങ്ങനെ പ്രതികരിച്ചത്. പക്ഷേ മേത്ത് കോരി ഒഴിച്ചത് ആദിലയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആദില നേരെ ചെന്നിട്ട് അനീഷ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജ്യൂസിൻ്റെ അകത്ത് കൈയിട്ട് കലക്കുന്നു. അതെടുത്ത് മൊത്തത്തിൽ അങ്ങ് മറിച്ച് കളയുന്നു. ആ ജ്യൂസ് ഉണ്ടാക്കിയത് മുഴുവൻ മറിച്ച് കളയുന്നുണ്ട്. ഇവിടെ ആദിലയും നൂറയും അങ്ങോട്ട് ചെന്ന് പ്രശ്നമുണ്ടാക്കിയതാണ്. അനീഷിൻ്റെ കമ്പനിയിൽ ചെന്ന് പ്രശ്നമുണ്ടാക്കിയതാണ്. വളരെ മര്യാദയ്ക്ക് നല്ല ഹൈപ്പിൽ പൊയ്ക്കൊണ്ടിരുന്ന രണ്ട് മത്സരാർത്ഥികളാണ് ആദിലയും നൂറയും. റിയാസ് വന്ന ഒരു ഒറ്റ എപ്പിസോഡ് കൊണ്ട് അവരുടെ ഗ്രാഫ് നേരെ താന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ സൂചനകളാണോ റിയാസ് കൊടുത്തതെന്ന് അറിയത്തില്ല. ഡേ ബൈ ഡേ അവരുടെ ഗെയിം താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വെറുപ്പിക്കലിൻ്റെ അങ്ങേയറ്റമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക.